ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. മണ്ണിൻ്റെ ഘടന ശരിയാക്കിയെടുക്കാനും അതുപോലെ മണ്ണിൻ്റെ പുളിപ്പ് കുറയ്ക്കാനും കൂടാതെ മണ്ണിൽ വളങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് കൂട്ടാനൊക്കെ നമ്മൾ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്ന സാധനമാണ് കുമ്മായം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുമ്മായം ചേർത്ത് കൊടുത്താലുള്ള ഗുണങ്ങളെക്കുറിച്ച്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്മായവും വളവും നമ്മൾ ഒരിക്കലും ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. അന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളം ചെയ്യുന്നതിൻ്റെ 15 ദിവസം മുൻപ് നമ്മൾ കുമ്മായം എല്ലാം മണ്ണിലിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം വേണം നമ്മൾ വളം ചെയ്യാൻ. ഒരിക്കലും നമ്മൾ കുമ്മായവും വളവും കൂടി ഒരുമിച്ച് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ പല ആളുകളും എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ സൗകര്യത്തിന് വേണ്ടി പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുമ്മായം ചേർത്ത ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് വളം ചേർത്ത് കൊടുക്കുക. ജൈവ വളം ആയിക്കോട്ടെ അല്ലെങ്കിൽ രാസവളം ആയിക്കോട്ടെ, നമ്മൾ എന്ത് തരം വളം ചെയ്യുകയാണെങ്കിലും കുമ്മായം ചേർത്ത ശേഷം മിനിമം ഒരു 10 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യുക. മറിച്ച് നമ്മൾ കുമ്മായം ചേർത്ത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് വളം ചെയ്ത് കഴിഞ്ഞാലും ആ വളമെല്ലാം കുമ്മായമായിട്ട് പ്രവർത്തിച്ച ശേഷം അതിലുള്ള മൂലകങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഈ കുമ്മായമായിട്ട് ഈ വളം മിക്സ് ആയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലുള്ള വളങ്ങളൊന്നും അതിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ കുമ്മായം ചേർത്ത് 15 ദിവസം ആകുമ്പോഴേക്കും മണ്ണിൻ്റെ പുളിപ്പെല്ലാം നോർമലായിട്ട് മണ്ണിൻ്റെ ഘടന വളങ്ങളെല്ലാം സുഖമായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ റെഡിയായി വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് വളം ചേർത്ത് കഴിഞ്ഞാൽ ആ വളങ്ങളെല്ലാം ശരിക്കും കറക്റ്റായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും. ഒരുപാടൊന്നും ഗ്രോ ബാഗ് ചേർത്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു ടേബിൾ സ്പൂൺ അളവ് നമുക്ക് ഗ്രോ ബാഗിൽ ചേർത്ത് കഴിഞ്ഞാൽ മതി. പല ആളുകളും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഒരു പിടിയൊക്കെ വാരിയിട്ട് ഗ്രോ ബാഗിൽ അങ്ങ് ഇടും. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ പലപ്പോഴും ചെടികൾ ഉണങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കുക നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ തന്നെ കുമ്മായം ചേർത്ത് കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ചെടികൾക്കോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ കുമ്മായം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.